ജീവിതത്തിൽ ചില ദിവസങ്ങളുണ്ടാകും, ഹൃദയത്തിന് വളരെ ഭാരം തോന്നുന്ന ദിവസം, ചുറ്റുമുള്ള ലോകം ഇരുണ്ടു എന്ന് തോന്നുന്ന ദിവസം, ജീവിതം മുഴുവൻ തകർന്നു പോയി എന്ന് തോന്നുന്ന ദിവസം. ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ളത് ഒരേ ഒരു ചോദ്യമാണ്: എനിക്ക് മാത്രമാണോ ഇത്? എന്തുകൊണ്ട് എനിക്ക് മാത്രം? എനിക്ക് വീണ്ടും തുടങ്ങാൻ സാധിക്കുമോ? എന്നാൽ നിങ്ങളിന്ന് കേൾക്കാനിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. കുറേ പേർക്ക് വഴി മാറിപ്പോകുന്ന സ്ഥലത്ത്, കുറേ ആളുകൾ തോറ്റോടുന്ന സ്ഥലത്ത്, കുറേ ആളുകൾ വീണ്ടും തുടങ്ങാനായിട്ട് പരിശ്രമിക്കാതെ വേണ്ട വേണ്ട എന്ന മറ്റു വഴികളിലേക്ക് മാറിപ്പോകുമ്പോൾ ചിലർ അവരുടെ ഏറ്റവും വലിയ ശക്തി കണ്ടെത്തുന്നു എന്നതിന് ഒരു തെളിവാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, സാധാരണ മനുഷ്യരായ നമുക്ക് ചിലപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട്, നല്ല ഒരു വാക്ക്, ഒരു മോട്ടിവേഷൻ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. പലപ്പോഴും തുടർച്ചയായിട്ട് നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുന്നത് വരെ എങ്കിലും നമ്മളുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിക്കാൻ നിർബന്ധിക്കുന്നത് പോലെ, ഓർമ്മപ്പെടുത്തുന്നത് പോലെ, നമുക്ക് സപ്പോർട്ട് തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ, ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും താഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ, ഒരു ചുവടെങ്കിലും ഒരു ചുവട് മുന്നോട്ട് വെക്കാനുള്ളൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് വഴി കാണാതാവുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മളോടൊപ്പം നിൽക്കില്ല. അത് ചില കളികൾ കളിക്കും. അത് നമ്മളോട് പറയും, നീ ഒന്നും ചെയ്യില്ല, നിന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കും, നിന്നിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല, നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതെല്ലാം മനസ്സിൻ്റെ ഭയമാണ്. സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതം നമ്മെ തകർക്കുന്നത് നമ്മെ ശക്തരാക്കാനാണ്. ഇത് തെളിയിക്കുന്നതിന് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സ്ത്രീയുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം. 1990കളുടെ ആദ്യം യുവതി, സ്വപ്നങ്ങളുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ജീവിതം അവളെ കനത്ത അടിക്ക് വിധേയാക്കിക്കൊണ്ടിരുന്നു. അവളുടെ അമ്മ മരിച്ചു, അവളുടെ വിവാഹ ബന്ധം തകർന്നു, ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ മദറായിട്ട് തീർന്നു. അവൾക്ക് ജോലിയില്ല, പണമില്ല, ആശ്രയമില്ല, തീവ്രമായ മാനസികതയും, തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഒരു മൂല്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന ഒരു തോന്നൽ മാത്രമാണ് അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് അവളെ നയിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു തണുത്ത മുറിയിൽ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി. അവൾ ചിന്തിച്ചു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം അവളുടെ മനസ്സിലേക്ക് വന്നു: എൻ്റെ മനസ്സിൽ ഒരു കഥയുണ്ട്, എൻ്റെ മനസ്സിൽ കഥകളുണ്ട്. അവൾ എഴുതി തുടങ്ങി. കഫേകളിൽ ഇരുന്ന് എഴുതി, കുഞ്ഞുറങ്ങുന്ന നേരത്തിരുന്നു, അതിനുവേണ്ടി സമയം കണ്ടെത്തി. കടലാസുകളില്ലെങ്കിൽ ഈവൻ നാപ്കിനിൽ പോലും അവൾ എഴുതി തുടങ്ങി. അവളൊരു പുസ്തകം പൂർത്തിയാക്കി. എന്നിട്ട് അവൾ ആ പുസ്തകവുമായി പ്രസാധകരുടെ അടുത്തേക്ക് ചെന്നു. ഒന്നാമത്തെ ആളുടെ അടുത്തേക്ക് ചെന്നു, റിജക്റ്റ് ചെയ്തു. ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതുകൊണ്ടൊന്നും അവൾ തളർന്നില്ല. അവൾ രണ്ടാമതും പോയി, മൂന്നാമതും പോയി. അങ്ങനെ 5 റിജക്ഷനുകൾ കിട്ടി. 6ാമത്തെ വ്യക്തിയുടെ അടുത്ത് ചെന്നു, വീണ്ടും റിജക്ഷൻ തന്നെ. വീണ്ടും പോയി. 10 റിജക്ഷൻ, 11 റിജക്ഷൻ, 12 റിജക്ഷൻ. ഇങ്ങനെ 12 പ്രസാധകർ അവളെ നിരസിച്ചു. ലോകം അവളോട് പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു, ഈ കഥകളൊന്നും കുട്ടികൾ വായിക്കില്ല, ഇതൊന്നും വിൽക്കാൻ പറ്റില്ല, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ആ കടുത്ത അവസ്ഥയിൽ നിന്ന് സ്വപ്നവും നിരസിക്കപ്പെട്ടാൽ ഏതൊരാളും വഴിമാറും. പക്ഷേ അവൾ വഴിമാറിയില്ല. അവൾ വിശ്വസിച്ചു അവളുടെ കഥയിൽ. അവളിൽ തന്നെ അവൾ വിശ്വസിച്ചു. ലോകം വിശ്വസിക്കാത്തപ്പോഴും അവളിൽ തന്നെ വിശ്വസിച്ചു. അവസാനം ഒരു ചെറിയ പ്രസാധകൻ പുസ്തകം ഏറ്റെടുത്തു. അതിന് ഒരു കാരണം, പ്രസാധകൻ്റെ 8 വയസ്സുകാരി മകൾ പുസ്തകം വായിച്ച്
ഇഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് ആ പുസ്തകം ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ആ ഒരു ചെറിയ പ്രസാധകൻ ആ പുസ്തകം ഏറ്റെടുത്തു. പക്ഷേ നിങ്ങൾ ഇന്ന് ആ പുസ്തകം അറിയും. ആ പുസ്തകം ലോകം മുഴുവൻ അറിയുന്നൊരു പുസ്തകമാണ് ഹാരി പോട്ടർ. 500 മില്യൺ കോപ്പികൾ അധികം വിൽപ്പന നടന്നൊരു പുസ്തകം, 80 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം, സിനിമകളായിട്ട് ഗെയിമുകളായിട്ട് ഒരു ലോക സൃഷ്ടിയായിട്ട് മാറിയൊരു പുസ്തകം. ഒരു ദിവസം ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായി മാറുന്നു. ഈ റോളിംഗ് പറഞ്ഞൊരു വാക്കുണ്ട്, റോക്ക് ബോട്ടം become the solid foundation on which I rebuild my life. എൻ്റെ തകർച്ചയാണ് എൻ്റെ ശക്തിയുടെ അടിത്തറ. നമുക്കങ്ങനെ പറയാൻ കഴിയും? നമുക്കങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ? എൻ്റെ തകർച്ചയാണ് എൻ്റെ ശക്തിയുടെ അടിത്തറ എന്ന. തകർച്ചയിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ, ഒരു റിജക്ഷൻ വരുമ്പോൾ, ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ട് അതിൽ നിന്ന് ഒരു മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, 1-2 ജോലികൾ ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെടുമ്പോൾ, 1-2 പേർ നിങ്ങളോട് ദേഷ്യപ്പെട്ടിടപെടുമ്പോൾ, 1-2 സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറയുമ്പോൾ, 1-ാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കാറുണ്ടോ എൻ്റെ തകർച്ചയാണ് എൻ്റെ ശക്തിയുടെ അടിത്തറ എന്ന്? യെസ്, അവിടെയാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. തകർച്ച അവസാനമല്ല, അതൊരു പുതിയ തുടക്കമായിരിക്കണം. താഴെ വീഴുമ്പോൾ ഭയമില്ലാതാവുന്നു. അതാണ് ഏറ്റവും വലിയ ശക്തി. ലോകം എല്ലായ്പ്പോഴും നിങ്ങളെ വിശ്വസിക്കില്ല, പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വസിക്കണം. ഒരേ ഒരു ചിന്ത, ഒരു തീരുമാനമോ, ഒരു ചെറിയ ചുവടോ ആ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കും. വേദന എന്ന് പറയുന്നത് താൽക്കാലികമാണ്, പക്ഷേ നിങ്ങളുടെ തിരിച്ചുവരവ് അത് സ്ഥിരമാണ്. നിങ്ങളുടെ വിജയം അത് സ്ഥിരമാണ്. നിരസിക്കൽ, റിജക്ഷനുകൾ അത് നശിപ്പിക്കാനല്ല, നിങ്ങളെ തയ്യാറാക്കാനാണ്. കേൾക്കൂ, നിങ്ങൾക്ക് വേദനയുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാവി ഉണ്ട്. നിങ്ങൾ ശക്തരാണ്. നിങ്ങളുടെ ഉള്ളിലെ സിംഹം ഇനിയും മുഴുവൻ ഉണർന്നിട്ടില്ല. ഇന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള ദിവസമാണ്. ഒരു പടി നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു പടി, ഒരു ശ്രമം, ഒരു തീരുമാനം, അത്രേ വേണ്ടൂ. ഞാൻ വീഴും, പറയൂ, ഞാൻ വീഴും, പക്ഷേ ഞാൻ എഴുന്നേൽക്കും. ഇതെൻ്റെ അവസാനമല്ല. എൻ്റെ കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ വിജയ കഥയുടെ ആദ്യ പേജായിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ വിജയ കഥയുടെ ആദ്യ പേജായിരിക്കും. താങ്ക് യു.